ഗൈസ് അപ്പോൾ ഞാനും വിക്കിയും കൂടെ വാരണാസി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. പോയാ അത് ഒഴിവായി. ഇത് പോലീസ് ചൗക്കി പോലീസ് സ്റ്റേഷനാണോ ഇത്? ഇവിടുത്തെ ഹോട്ടൽ വരെ നല്ല പ്രൊട്ടക്റ്റിങ് ഗാർഡൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ വാരണാസി നവംബർ മാസം വാരണാസി പോയ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതിന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സമയം കിട്ടിയത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളൊരു ഏകദേശം 7 മണി 8 മണിയായപ്പോഴത്തേന് നമ്മൾ UP വാരണാസി നമ്മൾ റീച്ച് ആയി കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് പോലെ നമ്മളെല്ലാം പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ട് പോയി വ്യക്തമായൊരു പ്ലാനിങ്ങിലോട് പോയി എടുത്തൊരു വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും അല്ല ഇത്. അതായത് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ചെറിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാം. ഈ കാണുന്നത് പാലത്തിന് സൈഡിൽ കാണുന്നത് ഗംഗാ നദിയാണ് കേട്ടോ. അതുപോലെ റോഡൊക്കെ അത്യാവശ്യം നല്ല നൈസ് റോഡൊക്കെയാണ്. പിന്നെ നിങ്ങൾ ക്ലീനിങ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം ക്ലീനിങ് ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഗ്രാമങ്ങളിലോട്ട് കയറിയപ്പോഴും നമുക്ക് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് തോന്നിയത്. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഓവറായിട്ട് എനിക്കങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ട്രാഫിക് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ പശുക്കൾ അവിടെ റോട്ടിൽ, അത് കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും പശുക്കൾ ഇങ്ങനെ റോട്ടിലായിരിക്കും. നിങ്ങൾക്കത് വെളിയിലോട്ട് പോകുന്നവർക്ക് മനസ്സിലാവും. തമിഴ്നാട്ടിലായി തന്നെയാലും ചെന്നൈയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പശുക്കളാണ്. അതായത് ഹൈവേയിലും സൈഡിലും ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ അങ്ങനെ കുറേ ചെറിയ ഓട്ടോറിക്ഷകൾ, അത് ഇലക്ട്രിക്കാണ് കേട്ടോ ആ ഓട്ടോറിക്ഷകളൊക്കെ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് UP വാരണാസി വരെ എത്തുന്നൊരു പ്ലാനിങ് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം എങ്ങോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വാരണാസി വന്നിട്ട് തീരുമാനിക്കാം. അത് ആ ഒരു മൈൻഡിൽ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഞാനും വിക്കിയും. അപ്പോൾ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറും 7000 രൂപ കൊണ്ടാണ് ഞങ്ങൾ വാരണാസി ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം നമ്മൾ വാരണാസി എത്താറായപ്പോഴത്തേനെ നമുക്ക് ഫണ്ട് ഒരുവിധം 90% കഴിഞ്ഞിരുന്നു. അത് വേറൊരു സത്യം. 7000 രൂപയ്ക്ക് അപ്പോൾ പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പം അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോഴിടുന്നില്ല, കുറച്ച് ഇതിൻ്റെ വാരണാസിയുടെ ഫുള്ള് എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ക്ലീനിങ് ഒക്കെ നോക്കി അത്യാവശ്യം ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ അവിടെ ക്ലീനായിട്ട് തന്നെ കിടപ്പുണ്ട്. പിന്നെ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. നേരെ നമുക്ക് റൂമിൽ ചെന്നിട്ട് ഇനി വാരണാസി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണം ഗൈസ്. അപ്പോൾ ഞാനും വിക്കിയും കൂടെ വാരണാസി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ചെറിയ റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. റോഡെല്ലാം കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഒരു പഴയ ഗ്രാമീണതയും അത് കണക്ക് തന്നെ ഒരു ചെറിയൊരു ഓൾഡ് മോഡൽ സിറ്റി എന്നൊക്കെ വേണം പറയാം. അതേപോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ബിൽഡിംഗ് ഒക്കെ നോക്കിയേ, ഇതാ അതൊരു കെട്ടാന്ന് തോന്നുന്നു. കെട്ടാണ് അവിടെ നോക്കി. അവിടെ ബോട്ടിങ് ചെയ്യാനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ് ഇത്. സാരീസൊക്കെ നെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഗംഗാനദി നല്ല കിടില, നല്ല രസമാണ് കേട്ടോ. അതിൽ ഇതൊഴിക്കാൻ നടക്കാൻ. ബാക്കിലൊരു മാമി പാട്ടും പാടി വരുന്നുണ്ട്. പോയാ അത് ഒഴിവായി. അപ്പം നേരെ തന്നെ നമ്മളപ്പോൾ ഇന്നൊരു ചെറിയൊരു അമ്പലത്തോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം അങ്ങോട്ട്. ഇവിടെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അതേ നോക്കി, ഇല്ല പഴയ കാലത്ത് പോലത്തെ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ വീടും അത് കണക്ക് തന്നെ കേട്ടോ. ഇത് നോക്കി, പണ്ടത്തെ എപ്പോഴും ആർക്കിടെക്ചർ ചെയ്തു വെച്ച പണി. എൻ്റെ മോനെ, ഇത് പോലീസ് ചൗക്കി പോലീസ് സ്റ്റേഷനാണോ ഇത്? പോലീസ് സ്റ്റേഷനാണത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഗൈസ് അത്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ചെറിയ അതിൽ നമ്മൾ കുഞ്ഞ് ഇറങ്ങണം അതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടുത്തെ പോലീസ് യൂണിഫോമാണ് പോകുന്നത്. UP ചെറിയ തെരുവുകളിലൂടെ ഞാനും വിക്കിയും അങ്ങനെ നടക്കുകയാണ് ഗൈസ്. നമുക്ക് മെയിൻ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഈ ബിൽഡിങ്ങൊക്കെ ഭയങ്കര പഴയതാട്ടോ. ഇത് സ്കൂളാണ്, ഇമ്പീരിയൽ ബനാറസ്
സ്കൂൾ. നമ്മൾ വന്നപ്പോഴത്തേന് പുള്ളിക്കാർ അടച്ചു കേട്ടാ. നമ്മളങ്ങോട്ട് ചെന്ന് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പുള്ളിക്കാരത് പൂട്ടിക്കൊണ്ടുപോയി. ഇവിടുത്തെ ഹോട്ടൽ വരെ നല്ല പ്രൊട്ടക്റ്റിങ് ഗാർഡൊക്കെ ഉണ്ട്. കാരണം ഇവിടെ അങ്ങമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ നടക്കുന്നത്. ചുമ്മാ വന്നങ്ങ് വെറുതെ വന്നങ്ങ് ഇരിക്കും ആൾക്കാർ. ഇതേ മറ്റേ സൈക്കിൾ റിക്ഷ, ഇവിടെ മറ്റേ ചെറിയ ഇലക്ട്രിക് ഓട്ടോയും ഉണ്ട് കേട്ടോ. നല്ല രസമത് കാണാൻ. ഇതിനകത്തൊരു 4-5 പേര് 4-6 പേരൊക്കെ പോകും കേട്ടോ ഇതിനകത്ത്. നമ്മൾ കാണുമ്പോൾ ചെറുതാന്ന് വിചാരിക്കണ്ട സംഭവം. ഇതിനകത്ത് 6-7 പേരൊക്കെ എത്തിക്കൊണ്ടാണ് പോകുന്നത് ആശാമാർ. ഇതൊരു മെയിൻ ഒരു കവാടമാണ്. ഇവിടെ ഫോറിനേഴ്സ് വരുന്ന അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ള് നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കും. അതിനൊക്കെ നല്ല അതിനനുസരിച്ച് പ്രൈസും ആയിരിക്കും. സൈക്കിൾ റിക്ഷ ഇവിടുത്തെ നല്ല കിടിലൻ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ളതുണ്ട്, നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്, എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് ഇവിടെ. അതിനൊക്കെ തന്നെ ഇവിടുത്തെ ഓരോ കടകൾ, അതിൻ്റെ കടകളുടെ ഷേപ്പും ഇതും കാണാൻ നല്ല രസം. അതായത് നോക്കി എല്ലാം നല്ല കാണാൻ ഭംഗിക്ക് പണി വെച്ചേക്കോ. എല്ലാം ഓരോ കടയും ഒന്നിനൊന്ന് മെച്ചം. അങ്ങനെ നമ്മൾ ചെറിയ വഴി കൂടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് മൊത്തം. അവിടെ കൂടുതലും ഈ ചെറിയ വഴികളാണ് കേട്ടോ. ഈ ഗട്ടിലോട്ട് പോകുന്നതായാലും എല്ലാം ചെറിയ ചെറിയ വഴികളാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുറേ കടകളുണ്ട്. എല്ലാ കടകളും ഓരോന്നും ഓരോ രീതിയിലാണ്. അതിനൊക്കെ തന്നെ ഇത് നോക്കി ഇതൊരു ഹോട്ടലാണ്. ആ ഹോട്ടലായാലും നമുക്കൊരു ചെറിയൊരു സ്പേസിലാണ്. പക്ഷേ എൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ എല്ലായിടത്തും. ഇതേ നോക്കിയേ, ഓരോ കടകൾ, പല പല കടകൾ എല്ലാം ഉണ്ട്, എല്ലാ കടകളും ഉണ്ട്. ഇത് പിന്നെ ടൂറിസം ആ ഒരു സംഭവം ആയതുകൊണ്ട് ഫോറിനേഴ്സൊക്കെ കുറേ വരുന്നുണ്ട്. ഉറപ്പായിട്ടും അവർക്ക് നല്ല കച്ചവടം കാണും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നല്ലപോലെ അവരിപ്പം ആ ഓടകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട ഉണ്ടായതുകൊണ്ട് അധികം വൃത്തികേടില്ല. സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വൃത്തികേടില്ല. അതിൻ്റെ സ്മെല്ല് നമുക്ക് അടിക്കുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു മോശം സ്മെല്ലൊന്നും സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ ഓരോ കടകളാണ്, എല്ലാം വ്യത്യസ്തമായ ഓരോ ചെറിയ ചെറിയ കടകളാണ്. ഇത് നോക്കി. പക്ഷേ അതിനകത്ത് നല്ല കടകളും ഉണ്ട്. ചിലയിടത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ മോശം ഫുഡും കാണും. അതുകൊണ്ട് എല്ലാവരും വാരണാസി വരുന്നവരെല്ലാവരും ഫുഡിൻ്റെ കാര്യം, അതായത് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പലയിടത്ത് ഫുഡും നല്ല രീതിയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഫുഡ് കഴിക്കണം. ഈ വീടൊക്കെ നോക്കി ഫുള്ള് ചെടിച്ചട്ടിയൊക്കെ വെച്ച് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ആ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വലുതായിട്ട് ആ സൈഡിലൊന്നും അങ്ങനെയുള്ള അലങ്കാരമൊന്നുമില്ല. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ് കേട്ടോ. എല്ലാം ഇവിടെ കണ്ട എല്ലാ ബിൽഡിങ്ങും നല്ല പഴക്കമുള്ളത്. ആ ചെരുപ്പടയൊക്കെ നോക്കി വ്യത്യസ്തമായൊരു ചെരുപ്പട. ആ സാരിക്കട നോക്കിയേ, എന്താണെങ്കിലും ഒരു വ്യത്യസ്തമായൊരു എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ കാണാത്ത രീതിയിലുള്ളൊരു ഇത് തന്നെ. ആ ചെറിയ പച്ചക്കറി കടയല്ലത്, അത് ഉന്തുകൊണ്ടിൽ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് പുള്ളിക്കാരൻ. തൂക്കമുള്ള ത്രാസും ഉണ്ട്. ഈ ത്രാസൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ മറ്റേ മെഷീനാണ്. അതൊക്കെ ഞാൻ പണ്ട് കപ്പലിൻ്റെ മേടിക്കാൻ പോകുമ്പോഴും അതിനൊക്കെ എന്നെ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് തൂക്കി തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും മെഷീൻ തന്നെയാണ്. ഓരോ ബിൽഡിങ്ങും കാണാൻ നല്ല രസം കേട്ടോ. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഫീൽ തന്നെ. റോഡൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. അവർ പുതിയതായിട്ട് നിർമ്മിച്ച റോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അതിനൊക്കെ തന്നെ ഓടയുടെ കാര്യം, അങ്ങനെ ഒരു റോഡ് വന്നപ്പം ആ ഓടയും കൂടെ അവിടെ ഉണ്ടായതുകൊണ്ട് വലിയ മോശം പറയാനില്ല. ഒരു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തികേട് ഫീൽ ചെയ്യും. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളം കുറച്ച് മുന്നോട്ടാണ് കേട്ടോ. അത് കേരളത്തിൽ എല്ലായിടത്തും അല്ല, പക്ഷേ പൊതുവേ കേരളം അത്യാവശ്യം വൃത്തിയാണ്. പക്ഷേ ഇവിടെയും ഇപ്പോൾ വന്നാൽ എനിക്ക് ഭയങ്കര മോശം പറയാൻ വേണ്ടി എനിക്കൊന്നും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോശം പറയാൻ തോന്നിയിട്ടില്ല. അപ്പം ഇതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. അടുത്ത എപ്പിസോഡ് കാണണം. ഓക്കെ, അപ്പോൾ എല്ലാവരും അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ടാറ്റാ, ബൈ ബൈ.